Hi, good morning kids. How are you? All are you fine? Okay. എല്ലാരും പഠിക്കാൻ റെഡി ആയിട്ടിരുന്നോ? ബുക്ക് എടുത്തോ എല്ലാരും? യെസ്. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷാണ് പഠിക്കുന്നത്. ഇംഗ്ലീഷിൽ ഇപ്പോൾ എത്ര ലെറ്റേഴ്സ് വരെ പഠിച്ചു നമ്മൾ? പറഞ്ഞേ നോക്കട്ടെ. എ, ബി, സി, ഡി, ഇ, എഫ്, ജി, എച്ച്, ഐ, ജെ, കെ, എൽ. 12 ലെറ്റേഴ്സ് പഠിച്ചു അല്ലേ? ഇനി അടുത്തത് എത്രയാ? 13ാമത്തെ ലെറ്റേഴ്സ് ആണ് 13 അല്ലേ? 13 ലെറ്റേഴ്സ് ആണ്. ഏതാത്? യെസ്, എം. ഏതാണ്? എം. പറഞ്ഞ എല്ലാരും? എം. ഏതാ? എം. നമ്മളെല്ലാം ക്യാപിറ്റൽ ലെറ്ററോ സ്മോൾ ലെറ്റേഴ്സും എല്ലാം മാച്ച് ചെയ്തിട്ടും ഒക്കെ പഠിച്ചിരുന്നു അല്ലേ? അപ്പൊ ഇന്നിപ്പോ പുതിയ ലെറ്റർ നമ്മൾ പഠിക്കുവാണ്. ഏതാണ്? എം. അപ്പൊ എം എങ്ങനെ എഴുതണ്ടേന്ന് നോക്കാം നമുക്ക്. ഇതാണ് എന്ത്? എം. നമ്മള് ഫസ്റ്റ് എഴുതാൻ പഠിക്കുന്നതിന് മുമ്പേ നമ്മള് ബുക്കിന്റെ അകത്ത് വരച്ചിട്ടുണ്ടായിരുന്നില്ലേ? ഫസ്റ്റ് ബുക്കില് അല്ലേ? ഇങ്ങനെ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ? ഇതുപോലെ ഇങ്ങനെ നിങ്ങൾ വരയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ? അതന്നെ അതിന്റെ 2 വര മാത്രം എഴുതുന്നതാണ് ഏത്? എം. ഏതാണ്? എം. ക്യാപിറ്റൽ ലെറ്റർ എം. കണ്ടോ മക്കള്? വിഷമൊന്നുമില്ലല്ലോ ഇത് എഴുതാൻ വേണ്ടിയിട്ട് അല്ലേ? അപ്പൊ ഇതിന്റെ സ്മോൾ ലെറ്റർ എങ്ങനെയാ നോക്കാം. ഇതേപോലെ തന്നെ സ്മോൾ സ്റ്റാൻഡിങ് ലൈൻ വരക്കുക. ഇതുപോലെ എഴുതുന്നത് നാ എഴുതിയ പോലെ. മലയാളത്തിൽ നമ്മൾ നാ പഠിച്ചിട്ടില്ലേ? അത് എഴുതുന്ന പോലെയാണ് ഏത് എഴുതേണ്ടത്? സ്മോൾ ലെറ്റർ എം എഴുതുന്നത്. മനസ്സിലായോ നമുക്ക്? ഇപ്പൊ 4 ലൈനിൽ എങ്ങനെ എഴുതണ്ടേന്ന് നോക്കാം. ഫസ്റ്റ് ഇവിടുന്ന് തുടങ്ങി ഇവിടുന്ന് താഴോട്ട് വന്നു. അതേപോലെ തന്നെ പിന്നെയും മുകളിലോട്ട് പോയി താഴോട്ട് വന്നു. ഇതാണ് ഇത് ക്യാപിറ്റൽ ലെറ്റർ എം. ഇവിടുന്ന് ഇങ്ങോട്ട് പോയി ഇങ്ങോട്ട് വന്നു ഇങ്ങോട്ട്. ഇതാണ് ഇത് ക്യാപിറ്റൽ ലെറ്റർ എം. സ്മോൾ ലെറ്റർ ഇവിടെ ഈ ചെറിയ നടുത്ത ലൈനിന്റെ ഉള്ളില് ഇതുപോലെ. ഇതാണ് ഇത് സ്മോൾ ലെറ്റർ എം. കിട്ടിയോ മക്കൾക്ക്? അപ്പൊ അതിൽ വരുന്ന വേർഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ബുക്ക് എടുത്തില്ലേ എല്ലാരും? യെസ്, നോക്കണേ. എം ഫോർ മാംഗോ, എം ഫോർ മഗ്, എം ഫോർ മാൻ, എം ഫോർ മൂൺ, എം ഫോർ മാറ്റ്. എം ഫോർ മാംഗോ, എം ഫോർ മഗ്, എം ഫോർ മാൻ, എം ഫോർ മൂൺ, എം ഫോർ മാറ്റ്. കിട്ടിയോ മക്കൾക്ക്? ഇപ്പൊ ഫസ്റ്റ് എന്താണ്? മാംഗോ. എന്താണ്? മാംഗോ. മാംഗോ നമ്മൾ പഠിച്ചതാണല്ലേ? ഫ്രൂട്ട്സിൽ പഠിച്ചതാണ് അല്ലേ? നല്ല മധുരമുള്ള ഫ്രൂട്ട്സ് ആണ്. ഫലങ്ങളുടെ രാജാവാണെന്ന് പഠിച്ചിരുന്നു അല്ലേ? കിങ് ഓഫ് ഫ്രൂട്ട്സ് അല്ലേ? പഴങ്ങളുടെ രാജാവാണ് ആര്? മാംഗോ. പഴുത്ത മാങ്ങക്കാണ് സ്വീറ്റ് ടേസ്റ്റ്, പച്ച മാങ്ങക്കോ പുളിയാണെന്നൊക്കെ നമ്മൾ പഠിച്ചതാണല്ലേ? ഓർമ്മയില്ലേ മക്കൾക്ക്? യെസ്. അടുത്തത് എന്താ? മഗ്. മഗ് എന്താ? പാട്ടല്ലേ? നമ്മൾ കുളിക്കുമ്പോഴൊക്കെ വെള്ളം എടുക്കുന്ന മഗ് അല്ലേ? അതാണ് ഇത്. ഇതെല്ലാരും വീട്ടിലുള്ള സാധനമാണ് അല്ലേ? നമ്മൾ ചെടിക്ക് വെള്ളം ഒഴിക്കാൻ എടുക്കും അല്ലേ? കുളിക്കാൻ എടുക്കും അല്ലേ? അതിനൊക്കെ ഉപയോഗിക്കുന്നതാണ് ഏത്? മഗ്. ഓക്കെ. അടുത്തത് എന്താ? മാൻ. ആരാണ്? മാൻ. മാൻ എന്ന് വെച്ചാൽ ആരെയാ പറയാന്നറിയോ? നിങ്ങളുടെ അച്ഛന്മാരൊക്കെ ഇല്ലേ? അച്ഛനും അച്ഛന്മാരൊക്കെ ഇല്ലേ? വലിയ ആണുങ്ങളില്ലേ? അവരെ പറയുന്നതാണ് എന്ത്? മാൻ. നിങ്ങളെന്താ പറയാ? നിങ്ങളെന്റെ അതിൽ ആൺകുട്ടികളെ എന്താ നമ്മൾ പറയാ? ബോയ് എന്ന് പറയും അല്ലേ? ചെറിയ മക്കളൊക്കെ എന്ത് പറയും? ബോയ് എന്ന് പറയും. നിങ്ങളുടെ അച്ഛനെ പോലെയുള്ളവരെയൊക്കെയാണ് എന്ത് പറയുന്നത്? മാൻ. വലിയ മുതിർന്ന ആണുങ്ങളെ പറയുന്ന പേരാണ് ഏത്? മാൻ. കിട്ടിയോ മക്കൾക്ക്? യെസ്. അടുത്തത് എന്താ? മൂൺ. എന്താണ്? മൂൺ. ആരാ മൂൺ? ചന്ദ്രൻ അല്ലേ? രാത്രി നമ്മുടെ ആകാശത്തില് നമുക്ക് വെളിച്ചം തരാൻ വേണ്ടിയിട്ട്
നമുക്ക് വെളിച്ചം തരുക? സൺ അല്ലെ, സൂര്യനാണ് പകല് നമുക്ക് വെളിച്ചം തരുന്നത്. രാത്രി തരുന്നതാണ് അത് മൂൺ അല്ലെ. ചില ദിവസം എങ്ങനെ ഉണ്ടാവും മൂൺ? അതുപോലെ വലിയ മൂൺ ഉണ്ടാവും അല്ലെ. ചില ദിവസവും അത് ചെറുതായിട്ട് ഒരു ദിവസം എന്തുണ്ടാവും? മൂണിനെ കാണുകയേ ഇല്ല അല്ലെ. അപ്പൊ ഫുള്ള് ഇരുടായിരിക്കും അല്ലെ, കറുത്ത വാവ് അല്ലെ. ആകാശത്ത് ചന്ദ്രനെ കാണാനേ പറ്റില്ല. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം മുതൽ എന്താവും? പിന്നെ അത് വലുതായി നല്ല പ്രകാശമൊക്കെ ആയി ഒരു ദിവസം എന്താവും? ഇതുപോലെ വലിയ മൂണാവും. ശ്രദ്ധിച്ചിട്ടുണ്ടോ മക്കളത്? ഇനിയും നോക്കണം കേട്ടോ. രാത്രി ആകുമ്പോ ചന്ദ്രനെ നോക്കണം. ചന്ദ്രനെ നോക്കുക, ഇന്ന് ഏത് രൂപത്തിലാണല്ലേ. അപ്പൊ നാളെ നോക്കുമ്പോ അതില് മാറിയിട്ടുണ്ടാവും. അങ്ങനെ കുറെ ദിവസം കഴിയും തോറും എന്താവും? മൂൺ മാറിയിട്ട് വരും. നോക്കൂലേ മക്കള്? യെസ്. അടുത്തത് എന്താ? മാറ്റ്. എന്താണ് മാറ്റ്? മാറ്റ് എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? ചവിട്ടി. നമ്മളെ വീട്ടിലേക്കൊക്കെ കേറുമ്പം പുറത്ത് കാല് തുറക്കാൻ വേണ്ടിട്ട് ഇടൂലേ? ഇടലില്ലേ? എല്ലാരും വീട്ടിലും ഇടലില്ലേ? നമ്മളെ കാലിലെ മണ്ണും പൊടിയും ഒക്കെ കളയാൻ വേണ്ടിട്ട് ഉറക്കാൻ വേണ്ടിട്ട് ഇടലില്ലേ മാറ്റ്? അതാണ് ഏത്? മാറ്റ്. കിട്ടിയോ മക്കൾക്ക്? യെസ്. ഒന്നും കൂടെ വായിക്കാം. M for mango, M for mug, M for man, M for moon, M for mat. Okay, M for mango, M for mug, M for man, M for moon, M for mat. കിട്ടിയില്ലേ? അപ്പൊ എന്ത് വേണം ഇനി? അത് ഇപ്പുറത്തുള്ള വർക്ക് ചെയ്യണം അല്ലേ? വർക്ക് ചെയ്യണ്ടേ? ഇവിടെ എഴുതണം അല്ലേ? ഫസ്റ്റ് ക്യാപിറ്റൽ ലെറ്റർ എഴുതണം, അതിനുശേഷം സ്മോൾ ലെറ്റർ എഴുതണം, അതിനുശേഷം എന്ത് ചെയ്യണം? ഇതില് രണ്ടിലും സ്മോൾ ലെറ്ററിനും ക്യാപിറ്റൽ ലെറ്ററിനും സർക്കിൾ വെക്കണം. ഓക്കെ. അപ്പൊ അതിന് മുന്നേ ഒന്നും കൂടെ ചെയ്യാൻ ബാക്കിയുണ്ട് ഇതില്. എന്താന്ന് വെച്ചാല് ഇത് ടിക്ക് ഇടാൻ വേണ്ടിട്ട് ലെറ്റേഴ്സ് ഏതാന്ന് വെച്ചാൽ അതിന്റെ പിക്ചറിന് നേരെ ടിക്ക് ഇടണം. നമ്മളിപ്പോ കഴിഞ്ഞ ടെക്സ്റ്റിൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? അതേ കാര്യം തന്നെ. നോക്ക്, ഫസ്റ്റ് ഇവിടെ ഏതാ ലെറ്റർ? യെസ്, ജെ അല്ലേ. അപ്പൊ ജെയിൽ വരുന്നത് ഏതാ? ഇതേതാണ്? ജാ, കിങ്, കങ്കാരു അല്ലേ. അപ്പൊ ഏതാണ്? യെസ്, ജാർ അല്ലേ. അപ്പൊ ജാറിന് ടിക്ക് ഇടുക. നെക്സ്റ്റ് ലെറ്റർ ഏതാ? കെ. ഏതൊക്കെയാ ഉള്ളത്? ഐസ്ക്രീം, കൈറ്റ്, ലീഫ് അല്ലേ. അപ്പൊ കെയിൽ വരുന്നത് ഏതാ? യെസ്, കൈറ്റ്. അപ്പൊ കൈറ്റിന് ടിക്ക് ഇടുക. അടുത്തത് എന്താ? ഐ അല്ലേ. ഐയിൽ വരുന്നത് ഏതാണ്? മഗ്, ലാഡർ, അയൺ ബോക്സ്. അപ്പൊ ഇതിനാ ഇടേണ്ടത്? യെസ്, അയൺ ബോക്സിന് ടിക്ക് ഇടുക. അടുത്തത് എന്താ? എൽ. എല്ലിൽ ഏതാ വരുന്നേ? നോക്കിയേ, ജീപ്പ്, ലയൺ, ജഗ് അല്ലേ. അപ്പൊ ഏതാണ്? യെസ്, ലയൺ അല്ലേ. ലയൺ അല്ലേ എല്ലിൽ തുടങ്ങുന്നത്. അപ്പൊ ലയണിന് ടിക്ക് ഇടുക. അടുത്തത് എന്താ? എം. ഏതൊക്കെയാ? കെറ്റിൽ, കീ, മാംഗോ. അപ്പൊ ഇന്നിപ്പോ നമ്മൾ പഠിച്ചത് ഏതാത്? യെസ്, മാംഗോ. അപ്പൊ മാംഗോന് ടിക്ക് ഇടുക. അപ്പൊ ഇത് ചെയ്യണം. എന്നിട്ടോ പിന്നെ ഇത് ചെയ്യണം. വർക്ക് ബുക്കിലും കോപ്പി ബുക്കിലും കൂടെ എഴുതിയിട്ട് ടീച്ചർക്ക് അയച്ചു തരണം. ഓക്കെ. ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് ടീച്ചർക്ക് വേഗം തന്നെ അയച്ചു തരാം. പിന്നെ അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.